ഹലോ ആർമീസ്, ഇത് ആറിഷുവറിന്റെ 6th എപ്പിസോഡാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഈ 6th എപ്പിസോഡ് ഇറങ്ങിയിട്ട് കുറച്ച് ഡേയ്സ് ആയി. നമ്മൾ സാധാരണ അപ്ഡേറ്റ് ആയിട്ട് അപ്പൊ തന്നെ ചെയ്യാറുള്ളതാണ്. പക്ഷെ എന്റെ കസിന്റെ വെഡിങ് ആയതുകൊണ്ടാണ് ലാഗ് ആയത്. ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ഇത് 1 hour 30 മിനിറ്റോളം എപ്പിസോഡാണ്. അപ്പൊ നമ്മൾ ഇത് മാക്സിമം ചുരുക്കിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ആർമീസ്, നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഇവർ രണ്ടുപേരും ഫ്ലൈറ്റിൽ സപ്പോറയിലേക്ക് പോകുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഇതിലേക്ക് പോകാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് അങ്ങോട്ടേക്കാണ് ഇപ്പൊ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെങ്കുക്കാണെങ്കിൽ സ്നോ ഒക്കെ കണ്ടിട്ട് വളരെ എക്സൈറ്റഡ് ആണ്. ഇവിടുന്ന് നേരെ ഇവർക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂമിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേന് ചെങ്കുക്ക് നേരെ ബിയർ സെക്ഷനിലോട്ട് പോവുകയാണ്. ഇവരിവിടെ ഇരുന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ജിമ്മിനാണെങ്കിൽ ചെങ്കുക്കിന്റെ സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു യു പാട്ടൊക്കെ പാടുന്നുണ്ട്. ജിമ്മിന് ഇതിനിടയിൽ പറയുന്നുണ്ട്, എന്റെ പുതിയ ആൽബം ഇറങ്ങാൻ പോവുകയാണ്, അതിലാണെങ്കിൽ കുറച്ച് ലിറ്റി കിഡ്സ് ഒക്കെ ഉണ്ടെന്ന്. കിഡ്സ് ആണെങ്കിൽ എന്നെ മിസ്റ്റർ പാർക്ക് എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എന്നെ ജിമ്മിനെന്ന് വിളിച്ചാൽ മതി. പക്ഷെ പിള്ളേരാണെങ്കിൽ നേരെ ജിമ്മിനെ കയറി അങ്കിൾ ജിമ്മിനെന്ന് വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് ജിമ്മിൻ തന്നെ പറയുന്നുണ്ട്, പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവരെന്നേക്കാൾ 20 വയസ്സിനേളേതാണെന്ന്. അപ്പൊ ചെങ്കുക്ക് പറയുന്നുണ്ട്, ഓ അങ്കിളോ, എന്നെ അങ്കിൾ ചെങ്കുക്ക് എന്നൊക്കെ വിളിച്ച് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കത് റോങ് ആയിട്ട് തോന്നുന്നു ചെങ്കുക്ക് പറയുന്നുണ്ട്. സ്വാഭാവികം. പിന്നെ കാണിക്കുന്നത് ഇവരൊരു സ്റ്റോറിലേക്ക് പോകുന്നതാണ്. അവരെന്തോ ഫുഡ് എന്തോ മേടിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു പോകുന്നത്. പോകുന്ന വഴിക്ക് നടന്നൊക്കെ സംസാരിച്ചൊക്കെ പോകുന്നതിനിടയിൽ ആണെങ്കിൽ സ്നോയിൽ എന്തൊക്കെയോ കാണിച്ച് സ്വയം വീഴുന്നുണ്ട്. നമ്മളാണെങ്കിൽ വീഴുന്നതിന്റെ ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, ജിമ്മിന്റെ പെർസ്പെക്റ്റീവ് എന്നൊക്കെ നമ്മളൊക്കെ വീഴുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഫുഡെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഇവർ നേരെ റൂമിലോട്ട് വരുന്നു. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഫുഡാണെങ്കിൽ ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇതിൽ പറയുന്നതിനിടയിൽ ചെങ്കുക്ക് പറയുന്നുണ്ട്, എന്റെ വെയിറ്റ് ഒക്കെ കൂടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. ഈ ഷോയിൽ തന്നെ ഒരുപാട് ഫുഡ് കഴിച്ചല്ലോ. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട്, ഞാൻ കൊറിയയിലായിരുന്നപ്പോൾ ഒരുപാട് ഫുഡ് കൺട്രോൾ ചെയ്യാൻ നോക്കുമായിരുന്നു. നമുക്കറിയാലോ ഐഡോൾസ് ഒക്കെ എങ്ങനെയാണ് അവരുടെ ഫുഡൊക്കെ മാനേജ് ചെയ്യുന്നത്. മാക്സിമം വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് ഫുഡൊന്നും കഴിക്കാറില്ല. അതിനെക്കുറിച്ച് ജിമ്മിൻ പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ചെങ്കുക്ക് പറയുന്നുണ്ട്, എനിക്ക് ആറം ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നെന്ന്. ആ കത്തിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ചെങ്കുക്ക് യങ്ങസ്റ്റ് മെമ്പർ ആയിരുന്നുകൊണ്ട് എങ്ങനെയാണ് ചെങ്കുക്കിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ചെങ്കുക്ക് ഭയങ്കര കൂൾ ആയിരുന്നെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഇവർ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസത്തെ സീനാണ് കാണിക്കുന്നത്. സീനില് ചെങ്കുക്കാണെങ്കിൽ റെഡി ആവുന്നതാണ് കാണിക്കുന്നത്. ആദ്യം ടോണറൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ലോഷനൊക്കെ ഇടുന്നുണ്ട്. ഇതിനിടയിൽ ചെങ്കുക്ക് പറയുന്നുണ്ട്, ഞാനിപ്പോ ഈയിടെയായിട്ട് ഒരുപാട് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്, ഇനി അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല മാൻ എന്നൊക്കെ സ്വയം പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ചെങ്കുക്കാണെങ്കിൽ ഏത് സൺഗ്ലാസ് വെക്കണമെന്ന് ഒരു പെട്ടി നിറച്ചുള്ള സൺഗ്ലാസിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ചെങ്കുക്കാണെങ്കിൽ എനിക്ക് ഡാർക്ക് കളർ അത്ര സ്യൂട്ട് ആവുന്നില്ലെന്ന് പറഞ്ഞ് ലൈറ്റ് കളറിലെ ഗ്ലാസ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ജിമ്മിനും ഇത് കഴിഞ്ഞിട്ട് ഗ്ലാസ് ഒക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. ചെങ്കുക്ക് മുടി നോക്കിയിട്ട്, എന്റെ ബാങ്ക്സ് കുറച്ച് ലോങ് ആയി, വെട്ടണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് മുടി വെട്ടണമെന്ന് പറഞ്ഞത് കേട്ട് ജിമ്മിൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ജിമ്മിൻ അടുത്തോട്ട് വരുമ്പോഴത്തേന് ചെങ്കുക്ക് പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് വെട്ടിക്കണോ നല്ല ഉദ്ദേശം എന്ന് പറഞ്ഞ് ജിമ്മിനെ ചെറുതായിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഇവർ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ജിമ്മിനാണെങ്കിൽ നമുക്കൊരു സെൽഫി എടുക്കാം, ഇവിടുത്തെ മെമ്മറീസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞ് ഇവരൊരു സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. നോയിക്കൂടിയൊക്കെ യാത്ര ചെയ്ത് രണ്ടുപേരും ഒരു റെസ്റ്റോറന്റിൽ എത്തുന്നു. ഒരു ജാപ്പനീസ് പ്ലേസിലാണ് ഇവരുള്ളത്. സോ ഇവർ ആ റെസ്റ്റോറന്റിന് മുന്നിലുള്ള ജാപ്പനീസ് ഒക്കെ വായിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറി കഴിയുമ്പോൾ മെനു എന്ത് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. മെനു ആണെങ്കിൽ ജാപ്പനീസിലാണ് ഉള്ളത്. അപ്പൊ ഇവര് പറയുന്നുണ്ട്, നമുക്ക് നമ്മളെ ടൂൾസ് ഉപയോഗിക്കാമല്ലോ എന്നും പറഞ്ഞവർ, എനിക്ക് തോന്നുന്നു വല്ല ട്രാൻസ്ലേഷനും ഉപയോഗിച്ചാണെന്ന് തോന്നുന്നു അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ച് ചെയ്ത് ഫുഡ് വേണം സെലക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ചെങ്കുക്കിന്റെ കണ്ണ് ആദ്യം ഉടക്കുന്നതിന് ബിയറിലാണ്. ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ബിയറാന്ന് തോന്നുന്നു ചെങ്കുക്കിന്റെ കണ്ണിൽ ആദ്യം ഉടക്കിയത്. അപ്പൊ ജിമ്മിൻ വേണ്ട, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അടുത്ത ഫുഡ് എന്തെങ്കിലും സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ചെങ്കു പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും സ്പൈസി ആയിട്ട് മതിയെന്ന്. അങ്ങനെ ഫുഡെല്ലാം ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട്, എന്റെ ഫേസ് ഒക്കെ കുറച്ച് പഫി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ചെങ്കുക്ക് പറയുന്നുണ്ട്, അയ്യോ ഓൾറെഡി സ്പൈസി ഫുഡ് ആണല്ലോ ഇനി ഓർഡർ ചെയ്തിരിക്കുന്നത്. ജിമ്മിൻ അതൊന്നും കുഴപ്പമില്ല, ഞാൻ ലെവൽ 7 സ്പൈസി ഫുഡാണ് ഓർഡർ ചെയ്തതെന്ന് പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ വന്നു കഴിയുമ്പോൾ ഇവര് ഫുഡ് കഴിക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചെമ്മിൻ ഇതുപോലെ ടിഷ്യൂ വെച്ച്, എനിക്ക് തോന്നുന്നു ഒരു ചില്ലി കഴിച്ചിട്ടാണ് ജിമ്മിൻ ഇങ്ങനെ ഒരു ടിഷ്യൂ വെച്ച് മുഖം ഇങ്ങനെ മൂക്കിന്റെ അവിടെ ഇങ്ങനെ മറച്ചിട്ട് പോലെ ഉണ്ടായിരുന്നു. ആക്ച്വലി ആൾക്ക് ഇത്രയും സ്പൈസി ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. നോസ് ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവും. ചിലർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ, നമ്മൾ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് വേർക്കുന്നത്. ജിമ്മിന് അതുപോലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു ടിഷ്യൂ ഒക്കെ മൂക്കിന്റെ അവിടെ ഒക്കെ വെച്ചാണ് ഇരിക്കുന്നത്. ശരിക്കും ഈ ഭാഗം എന്ന് പറയുന്നത് ശരിക്കും ഫണ്ണിയാണ്. കാരണം ജിമ്മിനാണെങ്കിൽ ജിമ്മിന്റെ സ്പെക്സ് വെച്ചിട്ടാണ് ആ ടിഷ്യൂ വെച്ചിരിക്കുന്നത്. ജിമ്മിന് ഏതായാലും ആ ദിവസം സ്പെക്സ് വെച്ചത് ഉപകാരം എന്ന് തോന്നുന്നു. കാരണം ആ ടിഷ്യൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ സ്പെക്സിലാണ്. ചെങ്കുക്കാണെങ്കിൽ ഫുഡ് വന്നാൽ വേറൊന്നും നോക്കത്തില്ല. ചെങ്കുക്കാണ് ആസ്വദിച്ച് ഫുഡ് കഴിക്കണം. ജിമ്മിൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ടിഷ്യൂ ഒക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. ആൾക്ക് ശരിക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. ടിഷ്യൂ ഉള്ളപ്പോൾ നമുക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആണല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും സ്റ്റോറിലൂടെ നടക്കുന്നുണ്ട്. നടക്കുന്നതിനിടയിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ചെങ്കുക്ക് പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് ഞാനൊരു ജാപ്പനീസ് ഹൈവേയിൽ കൂടെ നടക്കുന്നതെന്ന്. ഇപ്പോഴാണെങ്കിൽ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ജങ്കുക്കാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഈ സ്നാക്സിന്റെ കടയൊന്നും വഴിയിലൊന്നും കാണുന്നില്ലല്ലോ, ഈ വെതറിൽ നല്ല രസമായിരിക്കും എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാനെന്ന്. അപ്പോഴേക്കും ജിമ്മിനാണെങ്കിൽ നമുക്കന്ന് ഒരു കോഫി കുടിക്കാൻ പോയാലോ എന്നൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. 2 അമേരിക്കാനും ഒക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്.
അവിടെ നിന്നിട്ട് ജങ്കുക്ക് പറയുന്നുണ്ട് ഒത്തിരി ശബ്ദമൊന്നും ഉണ്ടാക്കേണ്ട, ഇവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ടെന്ന്. കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇവര് വീണ്ടും സ്റ്റോയിലൂടെ നടക്കുന്നു. ജിമ്മിനാണെങ്കിൽ മ്യാവൂന്ന് വെച്ചിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ചുമ്മാ പറയുന്നു, അങ്ങനൊന്നും വെച്ചാൽ പൂച്ചയൊന്നും നമ്മൾ അടുത്തോട്ടൊന്നും വരത്തില്ലെന്ന്, ഞാനിത് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഒരു ലൈ ആണെന്ന്. ജിമ്മിനാണെങ്കിൽ പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് എന്നെ പോലെ പ്യുവർ സോൾ ഉള്ളവരൊക്കെ ഇതൊക്കെ വിശ്വസിച്ച് പൂച്ചേനെ കാണുമ്പോൾ മ്യാവൂ എന്നൊക്കെ വിളിക്കും, പക്ഷെ ഒരു പൂച്ച എന്റെ അടുത്തോട്ട് വരുന്നില്ലെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് ഇവര് നേരെ ഒരു ട്രെയിനിലോട്ട് കയറാൻ പോകുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. പ്രൈവസി മാറ്റേഴ്സ് കൊണ്ട് ഇവർ ഒരു ആനിമേഷൻ രീതിയിലാണ് ഈ ഭാഗമൊക്കെ സ്ഥലങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്നത്. കാണുമ്പോൾ ഒരു അനിമയൊക്കെ കാണുന്ന ഒരു ഫീല് പോലെ തോന്നിയായിരുന്നു. ട്രെയിനിൽ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേന് ജിമ്മിൻ പറയുന്നുണ്ട് ഇപ്പൊ ഇരിക്കുന്ന കണ്ടിട്ട് നമ്മളൊരു ഡ്രാമയിലെയൊക്കെ സീൻ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ജിമ്മിൻ വെളിയിലോട്ട് നോക്കിയിട്ട് ആ ഫീമെയിൽ ലീഡിനെ നോക്കുന്ന പോലെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ജിമ്മിനാണെങ്കിലും മെയിൽ ലീഡ് ആയിട്ടൊക്കെ അഭിനയിച്ച് തകർക്കുന്നുണ്ട്. ഒരു വിരക സീനൊക്കെ അഭിനയിക്കുന്ന ഒരു ഫീലിലാണ് പുള്ളി അഭിനയിക്കുന്നത്. പിന്നെയും കണ്ടിന്യൂ ആയി പോകുന്ന ട്രെയിൻ ജേർണിയിൽ ഇവർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവർക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടും തോന്നുന്നു. ആ സീനറി ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതിലാണെങ്കിൽ ഇവർ വീഡിയോയും ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്ന സീനിൽ ഇവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നടക്കുന്നതാണ് കാണിക്കുന്നത്. നടന്നു പോകുന്ന വഴിക്ക് ഒരു കൊച്ചിനെ കാണിക്കുന്നുണ്ട്. ജിമ്മിനാണെങ്കിൽ ആ കുഞ്ഞിനെ കണ്ടിട്ട് അയ്യോ ഇതെന്ത് ക്യൂട്ടല്ലേ, എന്ത് ചെറുതാവളെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലൊരു മോൾ ഉണ്ടായിരുന്നെങ്കിലും ആലോചിക്കുമ്പോൾ തന്നെ എന്റെ കണ്ണ് ടിയറി ആവുന്നെന്ന് ജിമ്മിൻ പറയുന്നുണ്ട്. അപ്പൊ ജങ്കുക്ക് ചോദിക്കുന്നുണ്ട് അത് എന്തിനാന്ന്. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് അവൾ എപ്പോഴും ഗ്രോ അപ്പ് ചെയ്യുമല്ലോ എന്ന്. ജിമ്മിനാണെങ്കിൽ ആ കൊച്ചിനെ കണ്ടിട്ട് എന്ത് അഡോറബിൾ ആന്നൊക്കെ വീണ്ടും അതിനെ അഡ്മയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇവരൊരു കാറിൽ കയറുന്നുണ്ട്. ആറമ്മിന്റെ ഒരു പാട്ടൊക്കെ കേട്ടോണ്ടാണ് ഇവര് പോകുന്നത്. അതിനിടയിൽ കുക്കുസാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഇവര് സൂപ്പർ ടൂണ് പാട്ട് കേൾക്കുന്നുണ്ട്. ഈ പാട്ട് കേട്ടിട്ട് ജിമ്മിനാണ് ഭയങ്കര ചിരിയാണ്. ഇത് ഭയങ്കര ഫണ്ണി ആയിട്ടാണ് ജിമ്മിൻ കാണുന്നത്. ജിമ്മിൻ ഈ പാട്ട് കണ്ടിട്ട് അതിനിടയിൽ ജിന്നിന്റെ ആ വീഡിയോ ഒക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. പേട്ട ആ ഭാഗമൊക്കെ ഇവര് കാണിക്കുന്നുണ്ട്. ജിമ്മിനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കര ചിരിയാണ്. ജിന്ന് എന്തൊരു വീഡിയോ ആണെന്ന് ജിമ്മിൻ പറയുന്നുണ്ട്. എന്നിട്ട് ജിമ്മിൻ പറയുന്നുണ്ട് ആ BTSലെ എല്ലാ മെമ്പറും കണക്കാണ്, സ്ട്രേഞ്ച് ആണെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഞാൻ മാത്രമേ ഉള്ളൂ കുഴപ്പമില്ലാത്ത, കിളിയൊന്നും പോകാത്ത, കുറച്ച് സ്ട്രേഞ്ച് അല്ലാത്തതെന്ന് ജിമ്മിൻ പറയുമ്പോൾ ജങ്കുക്ക് പറയുന്നുണ്ട് ആ നീയും കണക്കാ, ഞങ്ങളെ പോലൊക്കെ തന്നെയെന്ന്. ഇതിൽ ആരും നോർമൽ ഇല്ല, എല്ലാരും കണക്കാന്ന് ജങ്കുക്ക് പറയുന്നുണ്ട്. ഇവിടുന്ന് ഡെസ്റ്റിനേഷനായ സ്നോയിലെത്തിയ ഇവര് സ്നോയിൽ കൂടെ നടക്കുന്നതിനിടയിൽ ഇവര് മാറി മാറി ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഓരോ രീതിയിൽ ക്യൂട്ടായിട്ട് പോസ് ഒക്കെ ചെയ്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിച്ചു, അത് കഴിഞ്ഞ് കോഫി കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും നടന്നു പോകുന്നു. 2023 ഡിസംബറിൽ ഷൂട്ട് ചെയ്താണെന്ന് തോന്നുന്നു ഈ ഭാഗം. അതുകൊണ്ടാണ് അവിടെ അത്രയും മഞ്ഞൊക്കെ ഉള്ളത്. നല്ല രസമുണ്ട് ആ പ്ലേസ് ഒക്കെ കാണാനായിട്ട്. ആ വീഡിയോയിൽ ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അടുത്ത രണ്ടുപേരും വർത്താനം ഒക്കെ പറഞ്ഞ് നേരെ ഒരു മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. അവിടെ ഒരുപാട് ബിവറേജസ് ഒക്കെ ഉണ്ട്. ജങ്കുക്കാണെങ്കിൽ അതിൽ കുറച്ചൊക്കെ ടേസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ജിമ്മിനും ടേസ്റ്റ് ചെയ്തു. ജങ്കുക്കിനാണ് അവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ജങ്കുക്കാണെങ്കിൽ എന്റെ കയ്യിൽ മണിയൊന്നുമില്ല പേ ചെയ്യാന്ന് പറയുമ്പോൾ ജിമ്മിനാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ പേ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ജിമ്മിൻ അങ്ങ് പോകുന്നു. ജങ്കുക്കും പതുക്കെ അവിടെ നിന്ന് കുടിച്ചു പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേന് ഷോപ്പ് കീപ്പർ ഇവരെ തിരിച്ചു വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾ സാമ്പിളിന് പേ ചെയ്തില്ലെന്ന്. അപ്പോൾ ജിമ്മിനാണെങ്കിൽ ഓടി വന്ന് പേ ചെയ്യാനായിട്ട് കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി കാർഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന് പറയുമ്പോൾ ജിമ്മിൻ പൈസ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി ഇവർ രണ്ടുപേരും കൂടെ സ്നോയിൽ കൂടെ ചാടി പോകുന്നുണ്ട്. ജിമ്മിൻ ചാടി പോകുന്നത് കണ്ടിട്ട് ഓൾറെഡി സബ് ടൈറ്റിൽ വരുന്നുണ്ട് ഒരു എക്സൈറ്റഡ് പപ്പീനെ പോലാണ് ജിമ്മിൻ ചാടി പോകുന്നതെന്ന്. ഇതൊക്കെ കഴിഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നോ ബോൾസ് ഒക്കെ ഉണ്ടാക്കി എറിഞ്ഞൊക്കെ കളിക്കുന്നുണ്ട്. കുഞ്ഞു പിള്ളേരെ പോലാണ് രണ്ടുപേരും കളിക്കുന്നത്. നല്ല രസമുണ്ട് ഈ ഭാഗം കാണാനായിട്ട്. നിങ്ങൾ ഓൾറെഡി എപ്പിസോഡ് കണ്ടതായിരിക്കുമല്ലോ. ഒക്കെ കഴിഞ്ഞ് ഇവർ നേരെ വീണ്ടും ഫുഡ് കഴിക്കാനായിട്ടാണ് ഇവർ കൂടുതൽ വരുന്നത് ഫുഡ് കഴിക്കാനാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഇവർ ഫുഡ് കഴിക്കാനായിട്ട് അടുത്ത സ്ഥലത്തോട്ട് കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. ജങ്കുക്കാണെങ്കിൽ അപ്പൊ തന്നെ വീണ്ടും ആൾക്ക് ബിയർ തന്നെ മതി. ജിമ്മിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇത്രയ്ക്ക് ഇഷ്ടമാണോ ബിയർ എന്ന്. അപ്പൊ ജങ്കുക്ക് പറയുന്നുണ്ട് യെസ് ഐ ലവ് ഇറ്റ്. പിന്നെ വേറെയും കുറച്ച് സ്പൈസി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇവർ രണ്ടുപേരും കഴിക്കുന്നുണ്ട്. ജിമ്മിന് ഒരു ഗ്ലാസ് ബിയർ ഒക്കെ കുടിക്കുന്നുണ്ട്. ഫുഡ് കണ്ടിന്യൂ ആയി കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജിമ്മിൻ പറയുന്നുണ്ട് നമ്മളൊക്കെ ഒരേ ഏജ് ആയിരുന്നെങ്കിലോ എന്ന്. എന്നിട്ട് പറയുന്നുണ്ട് ഓ മാൻ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം നമ്മളെ ഹേറ്റ് ചെയ്തേനെ. അപ്പൊ ജങ്കുക്ക് പറയുന്നുണ്ട് നീയും ഞാനും വിയും കൂടെ ഫ്രണ്ട്സ് ആയിരുന്നെങ്കിലോ, നമ്മൾ ഒരേ ഏജ് ആയിരുന്നെങ്കിലോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയെന്ന്. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് നീ കണ്ടിട്ടില്ലേ ഞാനും വിയും എപ്പോഴും വഴക്ക് പിടിക്കാറുണ്ടെന്ന്, നീ ഇടയ്ക്ക് മീഡിയേറ്ററോ ആകാറുണ്ടല്ലോ എന്ന്. ചെറിയ കാര്യത്തിന് വരെ ഞങ്ങൾ അടിപിടിക്കാറുണ്ടെന്ന് ജിമ്മിൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ജിമ്മിൻ ആ ഡംപ്ലിംഗ് ഇൻസിഡന്റിന്റെ കാര്യം പറയുന്നുണ്ട്. ജിമ്മിൻ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെച്ചോണ്ടിരിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ദേഷ്യം വന്ന് എന്നെ വിറയ്ക്കാൻ തുടങ്ങും. നമുക്ക് ചിലർക്ക് അങ്ങനെയാണല്ലോ, ദേഷ്യം വരുമ്പോഴത്തേനും അങ്ങോട്ട് വിറച്ചു കയറും. ഇതും പറഞ്ഞ് ജിമ്മിൻ ആ ഡംപ്ലിംഗ് ഇൻസിഡന്റ് വിയു ആയിട്ടുള്ളത് പറയുന്നുണ്ട്. വി ആണെങ്കിൽ പുറംതിരിഞ്ഞിരിഞ്ഞ് ചിരിക്കുന്നത് എന്നെ മൂക്ക് ചെയ്യുന്ന പോലെ അന്ന് എനിക്ക് തോന്നിയെന്നാണ് ജിമ്മിൻ പറയുന്നത്. എന്നിട്ട് ജിമ്മിൻ അത് ആക്ട് ചെയ്തെല്ലാം കാണിക്കുന്നുണ്ട്. ജിമ്മിന്റെയും വിയുടെ ഇടയിൽ നിന്ന വളരെ വലുതായിട്ടുള്ളൊരു ഫൈറ്റ് ആയിരുന്നു ഡംപ്ലിംഗ് ഇൻസിഡന്റ് എന്ന് ജിമ്മിൻ പറയുന്നുണ്ട്. അതിനുശേഷമാണ് പക്ഷെ ഇവർ കൂടുതലും ക്ലോസ് ആയതെന്നും ജിമ്മിൻ തന്നെ പറയുന്നുണ്ട്. അടുത്താണെങ്കിൽ ജങ്കുക്ക് പറയുന്നുണ്ട് ഞാൻ ഇതുപോലെ ആരോടും ഫൈറ്റ് ചെയ്തിട്ടില്ലെന്ന്. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് നീ ആരോടും ഫൈറ്റ് ഒന്നും ചെയ്യാറില്ല, നീ അനോ ചെയ്യാറേ ഉള്ളെന്ന്. ഇതും പറഞ്ഞ് ജങ്കുക്കാണെങ്കിൽ ആറമിന്റെ ഫോർഗട്ടിൽ ഒരു കിസ് കൊടുത്ത മെമ്മറി അയവർക്കുന്നു.
ജങ്കുക്ക് പറയുന്നുണ്ട്, ആ വീഡിയോയിൽ നമ്മളെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ജങ്കുക്ക് പറയുന്നുണ്ട്, ആറമ്മ പറഞ്ഞു മോനെ നീ കുറച്ച് അതിര് കടന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ജങ്കുക്ക് പറയുന്നുണ്ട്, നമുക്കായിരുന്നെങ്കിൽ നേരത്തെ ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു, എല്ലാ മെമ്പേഴ്സും പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്നു എന്ന്. അപ്പോൾ ജിമ്മിൻ പറയുന്നുണ്ട്, പക്ഷെ ഇപ്പൊ നമ്മൾ ഒരുപാട് മാറിയിരിക്കുന്നു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, നമ്മൾ ഒരുമിച്ചാണല്ലോ ഗ്രൂപ്പ് ചെയ്തതെന്നൊക്കെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ജങ്കുക്ക് പറയുന്നുണ്ട്, നമ്മളുടെ മിലിറ്ററി സർവീസ് എല്ലാവരുടെയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒന്നിക്കാവല്ലോ എന്ന്. അപ്പൊ ജിമ്മിന് ഇത് എഗ്രി ചെയ്ത് പറയുന്നുണ്ട്, ശരിയാ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ വേൾഡ് ടൂർ ഒക്കെ പോകുന്നു എന്ന് ആലോചിച്ച് നോക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും അവർ ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട്, ഫോട്ടോയിൽ നമ്മൾ നല്ല യങ് ആയിരിക്കുന്നു എന്ന്. ഇങ്ങനെ പറഞ്ഞ് ഈ എപ്പിസോഡ് അവിടെ എൻഡ് ആവുകയാണ്. ഫൈനൽ ആയിട്ടാണെങ്കിൽ ഇവർ അടുത്ത എപ്പിസോഡിന്റെ ടീസറും കൂടെ കാണിച്ചിട്ട് ആ എപ്പിസോഡ് അവിടെ എൻഡ് ആവുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ ആർമീസ്.